നമ്മൾ വേരിക്കോസ് വെയിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് പറയേണ്ട ഹാർട്ടാണ്. അതായത് ഈ ബ്ലഡ് വെസൽസ്, രക്തക്കൊഴലുകൾ, പ്രധാനമായിട്ട് ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് വെയിന് പ്രോബ്ലം വരുന്നത് തന്നെ. അപ്പോൾ ഹാർട്ടിൻ്റെ ഫങ്ഷൻ നോർമലായി കഴിഞ്ഞാൽ വേരിക്കോസ് വെയിൻ കുറയാൻ വളരെ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അപ്പോൾ വേരിക്കോസ് വെയിൻ ഇങ്ങനെ ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് ഇത് വരാം, പാരമ്പര്യമായിട്ടും വരാം. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ടിൻ്റെ നമസ്കാരം. എൻ്റെ അടുത്ത് പല ആളുകളും എല്ലാ ദിവസവും എല്ലാ സോക്കറ്റിനെ പറ്റിയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വളരെ പ്രധാനമായിട്ട് എൻ്റെ അടുത്ത് പേഷ്യൻസ് തന്നെ വന്ന് പറയും, ഡോക്ടറെ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാര്യം കൂടെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കിട്ടുമെങ്കിൽ പറയണം. ഞാൻ എന്താണത് വേരിക്കോസ് വെയിനെ പറ്റിയാണ് പറയേണ്ടത്. ശരി, വേരിക്കോസ് വെയിൻ. നമ്മൾ വേരിക്കോസ് വെയിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് പറയേണ്ട ഹാർട്ടാണ്. അതായത് ഈ ബ്ലഡ് വെസൽസ്, രക്തക്കൊഴലുകൾ, അത് ശുദ്ധരക്തം വഹിക്കുന്നതായാലും പിന്നെ അശുദ്ധരക്തം, അങ്ങനെ ശുദ്ധരക്തം അശുദ്ധരക്തം ഒന്നുമില്ല. അത് ഓക്സിജൻ ഉള്ളതും ഓക്സിജൻ ഇല്ലാത്തതും. അതിന് പിന്നെ ഒന്ന് ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് വെളിയിലോട്ട് വരുന്നതും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പമ്പിൽ വഴി ഞാൻ ആൾക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് ഈ ഹാർട്ടിൻ്റെ ജോലി നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് പമ്പിങ്ങാണ്. പമ്പ് ചെയ്തിട്ട് അവൻ്റെ എല്ലാ സ്ഥലത്തും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് രക്തക്കൊഴലുകൾ, വെയിൽ കാണുന്നതിന് വെയിൻസ് എന്നാണ് പറയുന്നത്, അകത്തുള്ളത് ആർട്ടറി. അപ്പം ആർട്ടീരിയൽ ബ്ലഡും ഉണ്ട്, വീനസ് ബ്ലഡും ഉണ്ട്. ഇപ്പോൾ വെളിയിൽ കാണുന്ന മുഴുക്ക വെയിൻസ് ആയതുകൊണ്ട് അതിൽ നിന്ന് വരുന്നത് വീനസ് ബ്ലഡാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഈ വെയിന് ചുരുക്കം ഉണ്ടാവും. അത് പ്രധാനമായിട്ട് ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് വെയിന് പ്രോബ്ലം വരുന്നത് തന്നെ. അപ്പോൾ ഹാർട്ടിൻ്റെ ഫങ്ഷൻ നോർമലായി കഴിഞ്ഞാൽ വേരിക്കോസ് വെയിൻ കുറയാൻ വളരെ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആളുകളുടെ ജോലി അനുസരിച്ചിട്ട് വേരിക്കോസ് വെയിൻ വരാം. കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ വേരിക്കോസ് വെയിൻ വരാം, കൂടുതലായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വരാം, എക്സസൈസ് ഇല്ലാത്തവർക്ക് വരാം. അങ്ങനെയാണ് വേരിക്കോസ് വെയിന് ഫോം ചെയ്യുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ രക്തം ശരിക്കും ഓട്ടം കിട്ടുന്നില്ല. അതിൽ കൂടുതലായിട്ട് വരുന്നത് ഇപ്പോൾ ഇരുന്ന് വർത്തമാനം പറയുന്ന ആൾക്കാർ, ടീച്ചേഴ്സിന് വരാം, അവരിരുന്ന് വർത്തമാനം പറഞ്ഞ അവരെ പഠിപ്പിക്കുന്നത് കൊണ്ടുവരാം. പിന്നെ പൈലറ്റ്സ്, ഡ്രൈവേഴ്സ്, പിന്നെ നമുക്ക് ജുഡീഷ്യറിയും വിടാനൊക്കെ ഒത്തില്ല. ജുഡീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റോ ജഡ്ജിയോ ആരോ ആയിക്കോട്ടെ, അവർ ഡയസിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ കോടതി തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ യഥാർത്ഥത്തിൽ അവർക്കൊരു ഹൗസ് അറസ്റ്റാണത്. കാരണം ഈ രാവിലെ കയറിയിരിക്കുന്ന മനുഷ്യന് മൂത്രം ഒഴിക്കാൻ സമയമില്ല, വെള്ളം കുടിക്കാൻ സമയമില്ല, റിലാക്സ് ചെയ്യാൻ സമയമില്ല. ഈ ഡയസിൽ കയറി ഇരുന്ന് ആ ഒരു കേസ് തീരുന്ന വരെ വരും. ഇതുപോലെ ഈ ഡിപ്രഷനും പിന്നെ അവർക്ക് വേറൊരു കാര്യമുണ്ട്, ഈ ടു ഫേസ് ദ പീപ്പിൾ. അങ്ങനെ വരും. ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ വേരിക്കോസ് വെയിൻ പറഞ്ഞുകൊണ്ടാണ് കൂടുതലായിട്ട് ഇരിക്കുന്നവർക്കും അത് വരാം. അപ്പോൾ വേരിക്കോസ് വെയിൻ ഇങ്ങനെ ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് ഇത് വരാം, പാരമ്പര്യമായിട്ടും വരാം. പിന്നെ ഇതിന് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ടിൻ്റെ പമ്പിങ് നോർമലാക്കുക, BP നോർമലാക്കുക, ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് നോക്കണമെങ്കിൽ ഒരു ഹാർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണങ്ങൾ പ്രധാനമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ സ്കാനിങ് ആവശ്യമുണ്ടോ എന്ന് ചില ആളുകൾ ചോദിക്കും. കാരണം ഈ പമ്പിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹാർട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതറിയാൻ സാധിക്കും. അതാണെങ്കിൽ നമ്മൾ ആ പമ്പിങ് പ്രോബ്ലം കറക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ജോലി കഴിഞ്ഞിട്ട് കിടക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കാല് പൊക്കി വെച്ച് കിടക്കുക എന്നുള്ളതാണ്. കാരണം ഈ രക്ത ഓട്ടം വരില്ല. രക്തോട്ടം വരാത്തപ്പോഴത്തേക്ക് അവർക്കിത് കാല് കഴപ്പുണ്ടാവും, വേദനയുണ്ടാവും, നീരുണ്ടാവും, ഇതെല്ലാം വരുന്നത്. മാത്രമല്ല ഇത് ബൾജ് ചെയ്ത് പൊട്ടും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വാൾസ് വളരെ തിന്നാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് വേരിക്കോസ് വെയിൻ വരുന്നത് ഈ ശുദ്ധ രക്തം തന്നെയാണത് പോകുന്നത്. പക്ഷേ ഇത് സാധാരണക്കാർക്ക് അറിയില്ല. അവർ സാധാരണ ഇത് ചില ആൾ സ്വന്തം പേഷ്യൻസ് തന്നെ അവരുടെ വെയിൻ ഇത് കുത്തി പൊട്ടിക്കുന്നവരുണ്ട്. അത് രക്തം നല്ല പമ്പ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ വേരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂക്ഷിച്ചില്ലെങ്കിൽ ജീവന് വരെയും കുഴപ്പമുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ വേരിക്കോസ് വെയിൻ്റെ ശരീരത്തിൻ്റെ
ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ കാലിലാണ്. പിന്നെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട്. അത് ഡിപ്പെൻസാണ്, ആളെ ആശ്രയിച്ചിരിക്കും. അപ്പം പിന്നെ ഇതിനുള്ള പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, അതായത് ഡോക്ടറെ കാണുക. എല്ലാ സിസ്റ്റത്തിനും വേരിക്കോസ് വെയിന് പ്രാധാന്യമുണ്ട്. പക്ഷേ അഡ്വാൻസ് സ്റ്റേജിൽ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വെയിന് യാതൊരു കാരണവശാലും കഴിയുന്നതും അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാതിരിക്കുക. പിന്നെ ചില കണ്ടീഷൻ നമുക്ക് ചെയ്തേ പറ്റൂ, സർജറി ആവശ്യം വരും. അപ്പോൾ ഇത് കെട്ടിയില്ലെങ്കിൽ രക്തം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ബൾജ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ഈ ഇരിപ്പ് ഒഴിവാക്കുക. പിന്നെ ഈ ധാരാളം വെള്ളം കുടിക്കുക, ഇതുപോലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക. അതായത് ആയുർവേദത്തിൽ എഫക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, മോഡേൺ മെഡിസിനുണ്ട്, ഹോമിയോപ്പതിക് മെഡിസിനുണ്ട്. എല്ലാ സിസ്റ്റത്തിനും വേരിക്കോസ് വെയിന് എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞതിൽ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഹാർട്ടിൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് ഹാർട്ട് സ്കാൻ എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല. സാധാരണ നമ്മുടെ കേരളത്തിലെ ഒരു സെൻറ്റേഴ്സും ഇല്ലത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ ഡോക്ടേഴ്സ് തന്നെ അതേപ്പറ്റി ഇഗ്നോറൻസ് എന്ന് തന്നെ പറയാം. അറിവുണ്ടെങ്കിൽ അവർ വയ്ക്കുമല്ലോ, അറിവില്ലായ്മ കൊണ്ടാണത്. അപ്പോൾ അവർ വേറെ വഴികളൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. പിന്നെ ചില ആൾക്ക് അതുപോലെ ഈ ട്രാഫിക് പോലീസ്, അവർക്ക് ഏറ്റവും വലിയൊരു കുഴപ്പമുണ്ടാകുന്നതാണ്. കാരണം അവർ 4 മണിക്കൂർ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഐലൻഡിൽ നിന്ന് അവർക്ക് മാറാൻ ഒക്കത്തില്ല. അപ്പോൾ ഇതത്രയും ബൾജ് ചെയ്ത് പൊട്ടും. അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നത് ഒരു സോക്കേടുമാണ് ഈ വേരിക്കോസ് വെയിൻ. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പല സോക്കേടുകളും ഉണ്ടാവാം.